അത്തം പിറന്നതോടെ ഓണപ്പൂക്കള വിപണി സജീവമായി. വഴിയോരങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലും പൂക്കൾക്കായുള്ള തിരക്ക് വർദ്ധിച്ചു. ചിങ്ങത്തിന് മുൻപേ എത്തിയ അത്തം നാളിൽ പൂക്കളമിട്ട് മലയാളികൾ ഓണത്തിന് ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു. മുറ്റത്തിറങ്ങി നുള്ളിയെടുക്കാൻ തെച്ചിയും തുമ്പയും ഇല്ലെങ്കിലും പൂക്കളത്തിന് പകിട്ട് കുറയുന്നില്ല. പതിവ് തെറ്റിക്കാതെ ജമന്തിയും ചെണ്ടുമല്ലിയുമെല്ലാം അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വണ്ടി പിടിച്ച് എത്തിക്കഴിഞ്ഞു. വഴിയോരങ്ങളിലാണ് പൂക്കച്ചവടം കൊഴുക്കുന്നത്. പല പൂക്കളും ഓരോ പ്ലാസ്റ്റിക് കവറുകളിൽ നിറച്ച് അതിനനുസരിച്ച് വില നിശ്ചയിച്ചാണ് വിൽപ്പന നടത്തുന്നത്. കോയമ്പത്തൂരും ഗുണ്ടൽപേട്ടും ബാംഗ്ലൂരും ഉസൂർ വഴിയുമാണ് ഓണക്കാലത്തെ വരവ് പൂക്കളത്തിന് സ്ഥലം പിടിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള കച്ചവടക്കാർ നേരിട്ടാണ് പൂക്കൾ നാട്ടിലെത്തിക്കുന്നതെങ്കിലും സീസണിലെ കച്ചവടം മുന്നിൽ കണ്ട് തമിഴ് വിപണിക്കാരും സജീവമായി രംഗത്തുണ്ട്. ചെണ്ടുമല്ലി, ജമന്തി, അരളി, റോസ്, ബട്ടർ റോസ് എന്നിവയാണ് പൂക്കള വിപണിയിലെ താരങ്ങൾ. പൂവില തീവിലയാണെങ്കിലും കഴിഞ്ഞ വർഷത്തേക്കാൾ വില കൂടിയിട്ടുണ്ട് എന്ന് പൂക്കൾ വാങ്ങാനെത്തുന്നവർ പറയുന്നു. ജമന്തി, ചെണ്ടുമല്ലി കിലോയ്ക്ക് 200 രൂപയും, വാടാർ മല്ലിക്ക് 400 രൂപയും, അരളി 500 രൂപയും, റോസ് 400 രൂപയും, വെള്ളപ്പൂവ് 500 രൂപയും എന്നീ നിരക്കിലാണ് പൂക്കൾ വിറ്റഴിക്കുന്നത്. ചെറുകിറ്റുകളിലായി മിക്സ് ചെയ്ത് വിൽക്കുന്ന പൂക്കൾക്ക് 100 രൂപയും 200 രൂപയും ഈടാക്കുന്നുണ്ട്. അത്തപ്പൂവട്ടത്തിൽ നിന്ന് തിരുവോണനാളിലേക്ക് പൂക്കളം ചെന്നെത്തുമ്പോൾ പൂക്കളത്തിന് ചിലവേറും. ഓഫീസുകളിലെയും കോളേജുകളിലെയും ആഘോഷം തുടങ്ങുന്നതോടെ പൂക്കളുടെ വില ഇതിലും കൂടുമെന്നാണ് കച്ചവടക്കാർ നൽകുന്ന മുന്നറിയിപ്പ്. ക്ലബ്ബുകളിൽ കേന്ദ്രീകരിച്ച് നടക്കുന്ന പൂക്കള മത്സരങ്ങളെയാണ് പൂവിപണിയെ ചൂടുപിടിപ്പിക്കുന്നത്. ആവശ്യക്കാർ കൂടുന്നതോടെ പൂക്കളുടെ വിലയും കൂടിയേക്കാം. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.